ചന്തകൾ എന്ന സങ്കല്പം തന്നെ പടിയിറങ്ങിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്തിനും ഏതിനും നമുക്ക് മാളുകളുണ്ട്, അതുതന്നെ ധാരാളമാണെന്ന് നാം ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില ആഴ്ചച്ചന്തകളുണ്ട്. വളരെ കൗതുകം നിറഞ്ഞത്. ജിദ്ദയിലെ അത്തരമൊരു ചന്ത തേടിയാണ് അടുത്ത യാത്ര. ആഴ്ചച്ചന്തകൾ പലതും അന്യം നിന്നു പോയിരിക്കുന്നു. വിപണനത്തോടൊപ്പം സാധാരണ മനുഷ്യരുടെ ഒത്തുചേരൽ കൂടിയാണ് ചന്തകൾ. കന്നുകാലികൾ, പച്ചക്കറികൾ, വീട്ടുപകരണങ്ങൾ, ഫർണിച്ചറുകൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്കായുള്ള നാട്ടുചന്തകൾ പലതും നാം കണ്ടിരിക്കുന്നു. പരദേശത്തുമുണ്ട് ഇത്തരം ചന്തകൾ. എന്നാൽ സൗദി ജിദ്ദയിലെ ഈ ചന്ത മറ്റൊന്നാണ്. ഹറാജ് തീർ എന്നാണ് പേര്. എന്നുവെച്ചാൽ പക്ഷികൾക്കായുള്ള ചന്ത. വെള്ളിയാഴ്ചകളിലാണ് ഈ ചന്ത സജീവം. വൈകിട്ട് 4 മുതൽ പക്ഷികളെ തേടി പലരും വന്നെത്തും. സന്ധ്യയോടെ ചന്ത അവസാനിക്കുകയും ചെയ്യും. ആവശ്യക്കാർക്കനുസരിച്ച് പലതരം പക്ഷികൾ: പ്രാവുകൾ, കുരുവികൾ, തത്തകൾ, മയിൽ, ഒട്ടകപ്പക്ഷി, ഫാൽക്കൺ പക്ഷികൾ എന്നിങ്ങനെ വിവിധ ഇനങ്ങളിൽപ്പെട്ട കോഴി, താറാവ്, കാട ഉൾപ്പെടെ എല്ലാം ചന്തയിൽ സുലഭം. വ്യത്യസ്ത രാജ്യങ്ങളുടെ ഒരുപാട് പക്ഷികൾ, കോഴികൾ, മറ്റ് വ്യത്യസ്ത ഇനം അലങ്കാര പ്രാവുകളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. പറവകളുടെ ചന്തയിൽ ദേശാതിരുകളില്ല. സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ ആർക്കും വ്യാപാരം നടത്താം. ഓമനിച്ച് വളർത്തുന്നതിനും മാത്രമല്ല, ഭക്ഷണാവശ്യത്തിനും പക്ഷികളെ തേടി ആളുകൾ എത്തുന്നു. കൂടുകൾ, പക്ഷികൾക്കുള്ള ഭക്ഷണ ഇനങ്ങൾ തുടങ്ങി അനുബന്ധ കാര്യങ്ങളെല്ലാം ചന്തയിലുണ്ട്. പക്ഷിപിടുത്തം ഹോബിയായി കാണുന്നവരും നിരാശപ്പെടേണ്ടതില്ല. അവർക്കായി പലതരം കെണികളുടെ ശേഖരവും ചന്തയിൽ റെഡി. ചന്തയിലെത്തുന്ന ആവശ്യക്കാരിൽ മലയാളികളും കുറവല്ല. ഫാൻസി ഐറ്റംസുകൾ, പ്രാവുകൾ, പറവപ്രാവുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ കൊടുക്കാണ്ട് അത് വിൽക്കലുണ്ട്. അതേമാതിരി ഞങ്ങൾ നല്ല വില കൊടുത്ത് വാങ്ങലുണ്ട്, ഒക്കെ ചെയ്യലുണ്ട്. സ്വന്തം നിലയ്ക്ക് തങ്ങളുടെ പക്ഷികളെ വിൽക്കാൻ ചന്തയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? എങ്കിൽ അവർക്കായി ഇടനിലക്കാരുണ്ട്. അവരുടെ സേവനം ഉപയോഗിക്കാം. പകരം വിറ്റുകിട്ടുന്നതിൽ നിശ്ചിത ശതമാനം തുക നൽകിയാൽ മതി. പക്ഷികളുടെ ലേലവിൽപ്പനയാണ് ചന്തയുടെ മറ്റൊരു പ്രത്യേകത. പുറത്ത് മറ്റു ജോലികളിൽ ഏർപ്പെട്ടവർ പോലും വെള്ളിയാഴ്ച ദിവസം ഇവിടെ എത്തും. പക്ഷികളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം അവർക്കൊരാശ്വാസമാണ്. നല്ല ഫാൻസികളെ, കോഴികളെയൊക്കെ വളർത്തിയിട്ട് ഇവിടെ കൊടുന്നാൽ നമുക്ക് വിൽക്കാം. ഒരു ചെറിയ രീതിയിലൊരു വരുമാന മാർഗം കൂടിയാണ് കഴിയുന്നവർക്ക്. ചന്തയിൽ വലിയ ഡിമാൻഡുള്ളത് ഈ മത്സരപ്രാവുകൾക്ക് തന്നെ. വിവിധ ഇനം പാകിസ്ഥാനി പ്രാവുകൾ സുലഭം. ടെഡി പ്രാവുകൾക്കാണ് ആവശ്യക്കാരേറെ. ജോഡിക്ക് 250 മുതൽ 2000 റിയാൽ വരെയാണ് വില. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള പക്ഷികളാണ് ചന്തയിലെ മറ്റൊരു പ്രത്യേകത. വിലപിടിപ്പുള്ള മക്കാവു തത്തകളും നന്നായി വിറ്റുപോകുന്നു. വളർത്തിയാൽ നന്നായിട്ട് അണങ്ങുന്ന തത്തകളുടെ ഇനത്തിൽ നല്ല ബുദ്ധിയുള്ള നല്ല തത്തയാണ്. നമ്മൾ മറ്റേ കൊടുത്തു കഴിഞ്ഞാലും കഴിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഇനം മക്കാവു തത്തയാണ്. നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നുണ്ട്. 2 ലക്ഷത്തോളം രൂപ ഇതിന് വില വരുന്നുണ്ട്. ഒട്ടകപ്പക്ഷി മുട്ടയുടെ സൗദിയിലെ വിലയും നാട്ടിലെ വിലയും വളരെ വ്യത്യാസമുണ്ട്. ഉടുമ്പ്, മുയലുകൾ, മുള്ളൻ പന്നി, മാനുകൾ എന്നിവയുടെ വിൽപ്പനയ്ക്ക് വിലക്കില്ല. ചിലരുടെ കാര്യത്തിൽ നിരോധം നിലനിൽക്കുന്നു. ജിദ്ദ നഗരത്തിൽ നിന്ന് 25 കിലോമീറ്റർ മാറി അൽ ഖുംറയിലാണ് ഈ പക്ഷിച്ചന്ത. പതിറ്റാണ്ടുകളായി പ്രദേശത്തെ വെള്ളിയാഴ്ചകളുടെ സജീവത കൂടിയാണ് ഈ ചന്തകൾ. കുടുംബസമേതം വന്ന് പക്ഷികളെ സ്വന്തമാക്കി മടങ്ങുന്ന ഇവർ അൽ ഖുംറയുടെ നാട്ടുപാരമ്പര്യത്തെ കൂടിയാണ് ചേർത്ത് പിടിക്കുന്നതും.